മഹാനായ അഹ്മദുൽ കബീർ അർ-റിഫാഇ മദീനയിൽ വന്ന ഹബീബിന്റെ ഹുജ്റത്തു ശരീഫയുടെ മുമ്പിൽ നിൽക്കുന്നു. എന്നിട്ടതാ പറയുന്നു, അസ്സലാമു അലൈക യാ ജദ്ദീ, അസ്സലാമു അലൈക യാ ജദ്ദീ. തങ്ങന്മാർക്കുള്ള വലിയൊരു ഭാഗ്യമാണ് ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ ചെന്നാൽ വലിയുപ്പാനെ പേരക്കുട്ടിക്ക് വിളിക്കാം. അതേ വിളിക്കുന്നു, ഹബീബായ നബിയേ എന്റെ വലിയുപ്പ, അസ്സലാമു അലൈക്കും. ഫഖാല ലഹു അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വഅലൈക്കസ്സലാമു യാ വലദീ. ഓ മോനെ, ഓ നല്ല മോനാണല്ലോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിന്റെ നേതാവാണല്ലോ, ഇഷ്ടമുള്ള പേരക്കുട്ടിയാണല്ലോ. വഅലൈക്കുമുസ്സലാം യാ വലദീ, മോനെ സലാം മടക്കി. സമിഅ ദാലിക, ഈ സലാം മടക്കുന്നത് കേട്ടു കുല്ലു മൻ ഫിൽ മസ്ജിദിൻ നബവി. ഹബീബായ നബി തങ്ങളുടെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും അതാ റസൂലുള്ളാഹിന്റെ സലാം മടക്കൽ കേട്ടു. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ തങ്ങൾക്ക് പ്രണയമങ്ങ് വർദ്ധിച്ചുപോയി, ഹബീബിലേക്കങ്ങ് ലയിച്ചുപോയി. അവിടുന്ന് പിടയ്ക്കാൻ തുടങ്ങി. നിറം അങ്ങ് വിവർണമായി, മുഖം അങ്ങ് വിവർണമായി. മുട്ടുകുത്തി അങ്ങ് നിൽക്കുകയാണ്. അവിടെ നിന്ന് കരയാൻ തുടങ്ങി. ദീർഘനേരം തേങ്ങുകയാണ്. അനീൻ തേങ്ങുകയാണ്. വഖാല, എന്നിട്ട് അഹ്മദുൽ കബീർ തങ്ങൾ പറയുകയാണ്, യാ ജദ്ദാ, എന്റെ വലിയുപ്പാ, എന്റെ ഉപ്പാപ്പയായ നബിയേ, ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി وهذه دولة الأشباح قد حضرت فامدد يمينك كي تحظى بها شفتي. ഓ ഹബീബായ നബിയേ, എന്റെ വലിയുപ്പയായ നബിയേ, ഞാൻ ദൂരെയായിരിക്കുമ്പോൾ അവിടുത്തേക്ക് സലാം അയക്കുന്ന ആളാണ്. അവിടുത്തേക്ക് ചുംബനമേകാൻ സലാമയക്കുന്ന ആളാണ്. ഇപ്പൊ ഞാൻ അവിടുത്തെ ദർബാറിലാണ്, സന്നിധിയിലാണ്. ഹബീബായ എന്റെ പ്രിയപ്പെട്ട വലിയുപ്പാ, ഫംദുദ് യമീനക, അവിടുത്തെ കൈയൊന്നു നീട്ടിത്തരുമോ? കൈ തഹല്ലാ ബിഹാ ശഫതി, എന്റെ ചുണ്ടമർത്തിയൊന്ന് മുത്തം തരാനാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ ഖബർ ശരീഫിൽ നിന്ന് ഇതൊന്നും ചോദിക്കാൻ അർഹതയില്ല. ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പെങ്കിലും അവിടെ ചെന്നൊന്ന് സലാം പറയുമ്പോ സലാം മടക്കുന്നതൊന്ന് കേൾക്കാൻ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് തരണേ റബ്ബേ. അർഹതയില്ലെങ്കിലും ആശയുണ്ട് റബ്ബേ, ഞങ്ങളെ കൈയൊഴിയല്ലേ റഹ്മാനേ. കേട്ടോ മുഅ്മിനീങ്ങളെ, സുയൂത്തി ഇമാം തങ്ങളുടെ കിതാബാണ് ഞാൻ വായിക്കുന്നത്.
സുയൂത്തി ഇമാമുതങ്ങൾ 700 ചില്ലാണ് കിതാബ് എഴുതിയ മഹാനാണ്. ഖുർആൻ വ്യാഖ്യാനമാകുന്ന തഫ്സീർ എഴുതിയ മഹാനാണ്. അക്കാലത്ത് കിട്ടിയ ഹദീസ് മുഴുവനും സമാഹരിച്ച് ജാമിഉൽ കബീർ എഴുതിയ നേതാവാണ്. അങ്ങനെ മഹാനായ സുയൂത്തി ഇമാമുതങ്ങൾ എഴുതുകയാണ്, فمد له رسول الله صلى الله عليه وسلم يده الشريفة العطراء من قبره الأزهر المكرم. ആദരണീയനായ നബി തങ്ങളുടെ ഖബർ ശരീഫിന്റെ ഉള്ളിൽ നിന്ന് വളരെ സുഗന്ധമുള്ള കൈ ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. ഫഖബ്ബലഹാ, ആ കൈക്ക് മുത്തം കൊടുത്തു. റിഫായി ശൈഖ് തങ്ങൾ ഫീ മലഇൻ യഖറുബു മിൻ 90,000 റജുലിൻ, 90,000 ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വന്നാസു യൻദുറൂന യദ ശരീഫ, ജനങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ കാണുന്നുണ്ട്, ആദരണീയമായ കരം കാണുകയാണ്. വകാന ഫിൽ മസ്ജിദി മഅൽ ഹുജ്ജാജ്, അന്ന് ഏറെ ഹാജിമാരുടെ കൂട്ടത്തിലുണ്ട്. ഹയാത്ത് ഇബ്നു ഖൈസ് അൽ ഹറാനി എന്ന മഹാനുണ്ട്. അശ്ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലി അൽ മുഖീം ബി ബഗ്ദാദ്, ബഹുമാനപ്പെട്ട ബഗ്ദാദിൽ നിന്നുള്ള അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുണ്ട്. അതുപോലെയുള്ള വലിയ ശൈഖ് അദി ഇബ്നു മുസാഫിർ അശ്ശാമി, അവരെല്ലാം മദീനയിലുണ്ട്. ഹബീബായ നബി തങ്ങളുടെ കയ്യതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയമായ കരം ഖബർ ശരീഫിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തരുന്നു. നാളെ ആരും ഇത് കഥ പറഞ്ഞു എന്ന് തള്ളണ്ട. അതിന്റെ കൃത്യമായ നിവേദന പരമ്പരയോടെ ഇമാമിയങ്ങൾ എഴുതിയതാണ്. നമുക്കും ഈ സ്നേഹപ്രപഞ്ചത്തിലൂടെ ഹബീബിന്റെ മജ്ലിസിലൂടെ മദീനയിൽ ഞങ്ങളെ മുഴുവനും എത്തിക്കണേ റഹ്മാനേ. റസൂലുള്ളാഹിന്റെ ചാരത്ത് ഞങ്ങളെ എത്തിച്ചു തരണേ റഹ്മാനേ. ഞങ്ങളുടെ ആരുടെയും കയ്യിൽ ഒരു അമലുമില്ല, നീ കൈയൊഴിയല്ലേ റഹ്മാനേ.